നമ്മൾ രമേശ് പിഷാരടി പാലക്കാട് MLA അദ്ദേഹം കോൺഗ്രസിന്റെ വളർന്നു വരുന്ന യുവ നേതാവാണ്. ഒപ്പം തന്നെ ഒരു സിനിമാ നടനും കൂടിയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന് വേണ്ടി വളരെ കാലം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന് കിട്ടിയ ഒരു കോൺഗ്രസ് പാർട്ടി തന്നെ കൊടുത്ത ഒരു സമ്മാനമാണ് പാലക്കാട് അദ്ദേഹത്തിന് ഒരു സീറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം അവിടുന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അദ്ദേഹം ഇപ്പൊ MLA ആയിട്ടിരിക്കുന്നു. നല്ലൊരു വാഗ്മിയാണ്, ഏത് വേദിയിലും നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. ആർക്കും രസം തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു സ്വാഭാവിക സിദ്ധി രമേശ് പിഷാരടിക്കുണ്ട്. ഒപ്പം തന്നെ യുവ നേതാവും കൂടിയാണ്. അപ്പൊ എനിക്ക് രമേശ് പിഷാരടിയോട് പറയാനുള്ളത്, രാഹുലിന് വെച്ച് കിട്ടിയ ഏണിയെ വലിഞ്ഞു കയറി പോകാതിരിക്കാനായിട്ട് രമേശ് പിഷാരടി ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു യുവ നേതാവായിരുന്നു, വളർന്നു വരുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിനെതിരെ CPM തുടക്കകാലം തൊട്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് നീക്കങ്ങൾ നടത്തിയിരുന്നു. കാരണം ഒരുപാട് അകത്തും പുറത്തും, നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ പിണറായി വിജയനെതിരെ ഒത്തിരി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ഒരുപാട് ശബ്ദമുയർത്തിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തെ തീർക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായിരുന്നു. അത് അവർ ഏറെക്കുറെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തീർന്നു പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല. വരും കാലങ്ങളിൽ അദ്ദേഹം അഗ്നിശുക്തി വരുത്തി പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അദ്ദേഹത്തിന് വെച്ചുകൊടുത്ത ഏണിയിൽ വലിഞ്ഞു കയറി രമേശ് പിഷാരടി ഒരിക്കലും പോകരുതെന്നാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സിനിമയുമായിട്ട്, അദ്ദേഹം പാലക്കാട് മത്സരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് സിനിമയായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല, പാലക്കാട് ജയിച്ചു കഴിഞ്ഞാൽ ഇനി അവരുടെ ജനപ്രതിനിധിയായിട്ട് പാലക്കാട്ടെ കാര്യങ്ങൾ നോക്കുക. അപ്പം ആ രീതിയിൽ തന്നെ പോകാനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അപേക്ഷിക്കാറുള്ളത്. കാരണം അമ്മ എന്ന് പറയുന്നത് ഇന്ന് വളരെ മോശപ്പെട്ട ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് മധുവും സോമനും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയ, ഇന്നസെന്റും ബാലചന്ദ്രമേനോനും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു പ്രസ്ഥാനമാണ് അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇന്നങ്ങനെയല്ല, ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ ഒക്കെ ഒരു കൂത്തരങ്ങായി അത് മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളറിയാം, ശ്വേതാമേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം നമുക്ക് കേട്ടറിയാം. രമേശ് പിഷാരടിയെ കുരുക്കാനായിട്ട് വളരെ ആസൂത്രണം ചെയ്തുകൊണ്ട് ശ്വേതാമേനോൻ സംസാരിക്കുന്നതായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം രമേശ് പിഷാരടി വളരെ ഫ്രണ്ട്ഷിപ്പോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അമ്മയുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് MLA എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുൻകൈ എടുത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്കൊരു വീഡിയോ കേൾക്കാം. 2 വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥതയുടെ പുറത്താണ് അവരോട് സംസാരിക്കുന്നത്. പക്ഷെ അവർ ആ ആത്മാർത്ഥതയോടൊരു ശ്രമമല്ല അതിനകത്ത് നടത്തിയത്, രമേശ് പിഷാരടിയെ കുരുക്കാനായിട്ട്. അതിന് പുറകിൽ ആരോഗ്യം അവർക്ക് വലിയ സപ്പോർട്ട് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇങ്ങനെയുള്ള കെണിയിലൊന്നും പോയി രമേശ് പിഷാരടി പോയി ചാടരുതെന്നാണ് എനിക്ക് രമേശ് പിഷാരടിയോട് അപേക്ഷിക്കാനുള്ളത്. കാരണം കോൺഗ്രസ്സുകാരെങ്കിലും വളർന്നു വന്നാൽ അവരെ തകർക്കുക എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് സിനിമാ മേഖലയിൽ ഒരു പ്രവണത തന്നെയായിരുന്നു. ജഗദീഷിനെ വളർത്താൻ ശ്രമിച്ചില്ല. ജഗദീഷ് അമ്മയുടെ പ്രസിഡന്റായിട്ട് വരും. ജഗദീഷ് അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലൊക്കെ അദ്ദേഹം ചെയർമാനായിരുന്നു. കോൺഗ്രസിന് വേണ്ടി ഒത്തിരി സജീവമായി രംഗത്ത് നിന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുമെന്ന് അറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്വേതാമേനോനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്, അദ്ദേഹത്തെ മാറ്റി നിർത്താനായിട്ട്. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ്, ഇപ്പൊ സലീം കുമാറിനെ ഒരിക്കലും വളർത്താനായിട്ട്, സലീം കുമാർ കോൺഗ്രസിനെ അറിയപ്പെടുന്ന ഒരു നടനാണ്, അദ്ദേഹത്തെ ഒരിക്കലും വളർത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല. ജഗദീഷ് ശ്രീകുമാർ കോൺഗ്രസിന് വേണ്ടി സജീവമായി നിൽക്കുന്ന ഒരാളായിരുന്നു. അവരൊക്കെ ഒതുക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണുന്നത്. വേറെ കുറെ താല്പര്യക്കാരായ, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന കുറെ ആൾക്കാരൊക്കെ ആ ഒരു ശൃംഖല അതിനകത്തുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ ഈ കോൺഗ്രസ് നേതാവായ, കോൺഗ്രസ് യുവ MLA ആയ, നടനും കൂടിയായ രമേശ് പിഷാരടി എത്രമാത്രം അതിനു വേണ്ടി ആ അമ്മയുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ച് രംഗത്തിറങ്ങിയാലും രമേശ് പിഷാരടിയെ തീർക്കാനായിട്ട് ഒരു കോക്കസ് അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം രമേശ് പിഷാരടി മനസ്സിലാക്കിയത് നല്ലത്. എനിക്ക് രമേശ് പിഷാരടിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, രാഹുലിന് കിട്ടിയ ഏണി വലിഞ്ഞു കയറാനായിട്ട് രമേശ് പിഷാരടി നോക്കരുത്. തങ്ങളെ ജയിപ്പിച്ചു വിട്ട പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കുക. അവരുടെ വിഷമതകളിലും അവരുടെ സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് പ്രസ്ഥാനത്തെ വളർത്താൻ ശ്രമിക്കുക. അത് താങ്കൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകും. നാളുകളിൽ താങ്കൾ ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ എത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു യുവനേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് തങ്ങളോട് പറയാനുള്ളത് അത് മാത്രമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, രാഹുലിൽ വെച്ച് ഏണിയിൽ വലിഞ്ഞു കയറാനായിട്ട് പ്രിയപ്പെട്ട രമേശ് പിഷാരടി ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ ജനപ്രതിയായി പ്രവർത്തിക്കുക.